ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി റൈസിൻസ് ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, ഈത്തപ്പഴം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക തൊണ്ട് കളഞ്ഞിട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പം നല്ല ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത്. മറ്റേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ്. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാം. അപ്പോൾ ഇത് 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇത് വെക്കുന്ന അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത് അടുപ്പിൽ നമുക്ക് ഇച്ചിരി 1/2 കപ്പ് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നുണ്ട്. നമ്മളൊരിക്കലും തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. തീ കൂട്ടിയിട്ട് കൊടുത്താൽ ഇത് കരിഞ്ഞു പോകും. ഇതാ ഇപ്പോൾ ക്യാരമലായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പുറകോട്ട് മാറി നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. പെട്ടെന്ന് അതിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഇരിക്കും. പേടിക്കേണ്ട, അത് അലിഞ്ഞു വന്നോളും. അപ്പോൾ അതവിടെ ഇരുന്ന് അലിഞ്ഞു വരട്ടെ. പഞ്ചസാരയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇത് അവിടെ നിന്നൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് വേണ്ടുന്നത് 1/4 കപ്പ് ഓയിൽ, വാനില എസൻസ്, പിന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമുക്കെടുക്കാനായിട്ട്. അപ്പോൾ ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ മിക്സ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഓർത്തത് ക്യാരറ്റ്, ഡേറ്റ്സിൻ്റെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇത് ഞാനൊന്ന് മൈദക്കകത്തൊന്ന് മിക്സ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പം നമുക്കതൊന്ന് മൈദക്കകത്തൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദക്കകത്തോട്ട് ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാവേ. എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും. ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസാണ്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം.
ഇനി സ്പൈസസ് ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ 1/2 കപ്പ്, അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. മൊത്തമായിട്ട് ചേർക്കണ്ട, കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഉരുക്കിയതില്ലേ, അതോടെ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, നമുക്ക് ഒരു ചെറിയ ഒരു സ്പീഡിലിട്ടിട്ട് മാത്രം ബീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ പൊന്തി വന്നതെല്ലാം അങ്ങ് കാഴ്ന്നു പോവേ. ഇനി നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദക്കകത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം കൂടെ ഇട്ട് കൊടുക്കണ്ട, കട്ട പിടിച്ചു പോകും. കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കാനായിട്ട്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സില്ലേ, അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ വെച്ചേക്കുന്നത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എത്ര ഇഞ്ചിൻ്റെ ട്രേ ആണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാനൊരു 45 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സൊക്കെ ആയപ്പോഴാണ് എനിക്കിത് റെഡിയായത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മുറിക്കാം. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ 1-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ കട്ട് ചെയ്തത്, ന്യൂ ഇയറിൻ്റെ അന്ന്. ഞാൻ 31-നായിരുന്നു കേക്ക് ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ദിവസമൊക്കെ ഇരുന്നിട്ട് കഴിക്കാനാണ് രസം ഉണ്ടാവുക.
അപ്പോൾ കട്ട് ചെയ്യുന്നതിനകത്ത് കുറച്ചൊക്കെ ഒരു വല്ലാത്ത ഷേപ്പിലൊക്കെയാണ് കട്ട് ചെയ്തതല്ലേ, പക്ഷേ നല്ല പെർഫെക്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെ പ്ലം കേക്ക്, ക്യാരറ്റ് കേക്ക്, ഡേറ്റ്സ് കേക്ക് ഇതിനോടൊക്കെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, പക്ഷേ വീഡിയോ എടുക്കുന്നതുകൊണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.